വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 286. സ്വഭാവ ഗുണങ്ങളാണ് നല്ല വ്യക്തിത്വം സമ്മാനിക്കുക. മികച്ച സ്വഭാവ ഗുണങ്ങളാണ് നല്ല വ്യക്തികളെ രൂപപ്പെടുത്തുക. ഉയർന്ന മൂല്യങ്ങളും സ്വഭാവ സവിശേഷതകളുമുള്ള വ്യക്തികളെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നത്. ധാർമ്മികവും മൗലികവുമായ സ്വഭാവ ഗുണങ്ങളുള്ള തലമുറകളാണ് ലോകത്തിനാവശ്യം. എന്നാൽ ഏതെങ്കിലും ഉയർന്ന സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ടോ വലിയ പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ പിന്മുറക്കാരായതുകൊണ്ടോ മാത്രം സ്വഭാവ ഗുണങ്ങൾ ലഭിക്കണമെന്നില്ല. വാക്കും പ്രവൃത്തിയും സമന്വയിക്കുന്ന ഉദാത്ത മാതൃകകളാണ് സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിനും നവീകരണത്തിനും ഉപകരിക്കുക. യോഗാധ്യാപകനും വ്ളോഗറുമായ ബിനോയ് തോമസ് പങ്കുവച്ച ഒരു കഥ രസകരവും ചിന്തോദ്ദീപകവുമാണ്. സിൽബാരിപുരം രാജ്യം വീരവർമ്മൻ ഭരിച്ചിരുന്ന കാലം. ഒരിക്കൽ മന്ത്രിയുടെ മാളികയിൽ മോഷണം നടന്നു. കള്ളന്മാർ സ്വർണ്ണ സൂക്ഷിപ്പ് മുഴുവനും കൊള്ളയടിച്ചു. ഈ സംഭവത്തിൽ രാജാവ് അങ്ങേയറ്റം ആശങ്കയിലായി. രാജ്യം മുഴുവൻ അരിച്ചുപെറുക്കിയപ്പോൾ 2 കള്ളന്മാർ കുടുങ്ങി. സ്വർണം വീണ്ടെടുത്തു. അവർക്ക് ജീവപര്യന്തം ഇരുണ്ട തടവറവാസം വിധിക്കുകയും ചെയ്തു. പക്ഷേ രാജാവിനെ കൂടുതൽ കോപാകുലനാക്കിയ കാര്യം മറ്റൊന്നായിരുന്നു. രാജ്യത്തെ പ്രധാന ഗുരുകുലത്തിൽ പഠിച്ച ശിഷ്യന്മാരായിരുന്നു ഈ 2 കള്ളന്മാരും. രാജാവ് ഉടൻ തന്നെ വീരമണി എന്നു പേരായ ഗുരുവിനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ചോദിച്ചു, കള്ളന്മാരാക്കുന്ന വിദ്യയാണോ ഇത്രയും പ്രശസ്തമായ ഗുരുകുലത്തിൽ താങ്കൾ കൊടുക്കുന്നത്? രാജാവിന് മുന്നിൽ വീരമണി ക്ഷമാപണം നടത്തി. അദ്ദേഹം ആശ്രമത്തിൽ വന്ന് വ്യസനിച്ചു. അന്നൊരു സുപ്രധാന തീരുമാനമെടുത്തു. ശിഷ്യന്മാരുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ ആശ്രമം പൂട്ടി കോസലപുരത്തേക്ക് പോവുക. വീരമണിയുടെ ഭാര്യ അപ്പോൾ പറഞ്ഞു, നമ്മൾ എന്തിന് ഈ രാജ്യം വിട്ടുപോകണം? അങ്ങയുടെ എത്രയോ മിടുക്കരായ ശിഷ്യന്മാർ ഈ ലോകമെങ്ങും ജോലി ചെയ്യുന്നു. എല്ലാ ശിഷ്യന്മാരും ഒരുപോലെയാകുമോ? രാജാവിൻ്റെ വിവരക്കേടിന് നമ്മുടെ ആശ്രമം എന്ത് പിഴച്ചു? എങ്കിൽ നല്ലതുപോലെ നോക്കിയിട്ട് ഒരു ശിഷ്യനെ തെരഞ്ഞെടുത്ത് വിദ്യ കൊടുക്കാം. ഗുരുജി അതിനായി തയ്യാറെടുത്തു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും രാജാവിൻ്റെയും മന്ത്രിയുടെയും മക്കൾക്ക് ഗുരുകുല വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമായി. വീരമണിയുടെ അടുക്കലേക്ക് തന്നെ കുട്ടികളെ വിടാൻ കൊട്ടാരത്തിൽ നിന്ന് തീരുമാനമായി. കുട്ടികൾ അടുത്ത ചിങ്ങമാസം തുടങ്ങിയപ്പോൾ ഗുരുകുലത്തിൽ ചെന്നെങ്കിലും അവരെല്ലാം ഗുരുജി മടക്കി അയച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ രാജകുടുംബാംഗങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത്. ഇതിൽ രാജാവ് കലിപൊണ്ടു. ഉടൻ തന്നെ രാജാവും മന്ത്രിയും കുതിരപ്പുറത്ത് ആശ്രമത്തിലെത്തി. അവിടെ നോക്കിയപ്പോൾ ശങ്കുണ്ണി എന്നൊരു കുട്ടിയെ മാത്രമേ പുതിയ ശിഷ്യനായി വീരമണി സ്വീകരിച്ചിട്ടുള്ളൂ. രാജാവ് വീരമണിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. വീരമണി ഒട്ടും മടിക്കാതെ പറഞ്ഞു തുടങ്ങി, ഇത്തവണ എൻ്റെ പരീക്ഷകളിൽ തൃപ്തികരമായി വിജയിച്ചത് ഈ ശങ്കുണ്ണി മാത്രമാണ്. എന്തു പരീക്ഷ? മന്ത്രിക്കും ഇത് രസിച്ചില്ല. വീരമണി പറഞ്ഞു, ഇവിടെ ചേരാൻ പല കുട്ടികൾ വന്നിരുന്നു. ആശ്രമത്തിലേക്കുള്ള നടപ്പാതയിലൂടെ ഒരു വൃദ്ധ വിറക് കെട്ടും ചുമന്നുകൊണ്ടുവരാൻ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു. ഇങ്ങോട്ടുള്ള പല കുട്ടികളും ഒന്ന് സഹായിക്കാതെ കടന്നുപോയി. അവരെ ഞാൻ ശിഷ്യരാക്കിയില്ല. മന്ത്രി, ആരും സഹായിച്ചില്ലേ? വീരമണി, ഏതാനും കുട്ടികൾ സഹായിച്ചു. പക്ഷെ അടുത്ത ഘട്ടത്തിൽ പിന്നെയും കുറച്ചു പേർ തോറ്റു. അതെന്തായിരുന്നു? വീരമണി, വൃദ്ധയെ സഹായിച്ച ചിലർ വന്നപ്പോൾ ആശ്രമത്തിൻ്റെ ഉമ്മറത്ത് എൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ കുട്ടികൾക്ക് വാഴപ്പഴം തിന്നാൻ കൊടുത്തു. തൊലി പൊളിച്ച് വായിലേക്ക് വച്ച് തിന്ന എല്ലാവരെയും ഞാൻ തിരിച്ചയച്ചു. അതിലെന്താ തെറ്റ്? വീരമണി, പഴം തിന്നാൻ തുടങ്ങുമ്പോൾ പകുതി ഒടിച്ചു വേണം കഴിക്കാൻ. അങ്ങനെയെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ പകുതി കൊടുക്കാമല്ലോ. അതിലെത്ര പേർ വിജയിച്ചു? വീരമണി, ഏതാനും കുട്ടികൾ അതിലും ജയിച്ചു. പിന്നീട് അവരോട് നാളത്തെ പൂജയ്ക്കുള്ള കുറച്ച് പൂക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ മിക്കവാറും കുട്ടികളും പൂക്കൾ കൊണ്ടുവന്നു. പക്ഷേ 4 കുട്ടികൾ പൂമൊട്ടുകൾ സമർപ്പിച്ചു. എന്താ അതിൻ്റെ പ്രത്യേകത? വീരമണി, ബുദ്ധിയുള്ള കുട്ടികൾ കൊടുത്ത പൂമൊട്ടുകൾ അടുത്ത ദിവസം പൂജാസമയത്ത് വിടരുമ്പോൾ മറ്റുള്ളവരുടെ പൂക്കൾ വാടിപ്പോവുകയും ചെയ്യുമല്ലോ. അതിൽ ജയിച്ച 4 പേർ അവശേഷിച്ചു. എന്നിട്ട്? മന്ത്രിക്ക് ആകാംക്ഷയായി. വീരമണി, അപ്പോൾ അമ്മ തിണ്ണയിൽ 4 മൂർച്ചയുള്ള കത്തികൾ വെച്ചിരുന്നത് എടുത്തു തരാൻ അവരോട് പറഞ്ഞു. പക്ഷെ അതിലൊരു കുട്ടി മാത്രമാണ് വായ്ത്തലയിൽ പിടിച്ചുകൊണ്ട് പിടിയുള്ള ഭാഗം അമ്മയ്ക്ക് നീട്ടിയത്. രാജാവ് പറഞ്ഞു, ആ കുട്ടികൾ അമ്മ പറഞ്ഞതനുസരിച്ചല്ലോ, പിന്നെന്താ പ്രശ്നം? വീരമണി പറഞ്ഞു, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ കത്തി കൊടുത്ത് കരുതൽ കാണിച്ച മനസ്സ് ഈ നിൽക്കുന്ന ശങ്കുണ്ണി മാത്രമാണ് കാട്ടിയത്. കാര്യം ഗ്രഹിച്ച് രാജാവും മന്ത്രിയും ക്ഷമാപണം നടത്തി അവിടം വിട്ടു. നല്ല സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ജനിച്ചു വളരുന്ന സാഹചര്യത്തിനും പരിചയിക്കുന്ന അനുഭവങ്ങൾക്കുമൊക്കെ വലിയ പങ്കുണ്ട്. തറവാട് മഹിമയും സ്ഥാപനങ്ങളുടെ പാരമ്പര്യവുമല്ല, വ്യക്തിപരമായ സ്വഭാവ ഗുണങ്ങളും ശീലങ്ങളുമാണ് നല്ല തലമുറയെ സൃഷ്ടിക്കുക.
ചെറുപ്പത്തിലെ മഹിത ഗുണങ്ങളുടെ പരിസരങ്ങൾ പരിചയിക്കാൻ അവസരം കൊടുത്തും ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പാലിച്ചും നന്മയുടെ വിത്തുകൾ ഒരുക്കണമെന്നതാണ് ഏറ്റവും വലിയ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.